ഇന്നത്തെ റെസിപ്പി തവ ചിക്കൻ ആണ്. ചപ്പാത്തിയുടെ കൂടെയും റൊട്ടിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് ചെറുനാരങ്ങ നീരാണ്. ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ ഒരു ചിക്കനെ ഒരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. മസാല ഈ ഒരു ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. അപ്പം ഞാനിവിടെ ചിക്കൻ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാലപ്പൊടി തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 5 വറ്റൽമുളക് ചേർക്കാം. ഞാനിവിടെ ചെറിയ ഉരുണ്ട മുളകായതുകൊണ്ട് ഒരു 10 എണ്ണം ചേർത്തിട്ടുണ്ട്. നീളമുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം ചേർത്താൽ മതി. ഇതിലേക്ക് ചേർക്കുന്നത് പട്ടയാണ്. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് കുരുമുളകാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാനിവിടെ കുരുമുളക് പൊടിച്ച് വെച്ചതുകൊണ്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. മുഴുവൻ കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളക് തന്നെ ചേർക്കുക. 1 ടേബിൾ സ്പൂണോളം മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഇത് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലിയും മുളകെല്ലാം നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ഇത് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മല്ലിയും മുളകെല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തൈര് ചേർത്ത് നമുക്കിത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ തൈരും പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവ വെച്ച് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഒരു ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ഒരു ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അത് പ്രശ്നമില്ല. ഈ ഒരു വെള്ളം ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മൾ ഈ ഒരു ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചിക്കൻ ചെറുതായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ സവാള വളരെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു സവാള നമുക്ക് ഇതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ സവാളയും ചിക്കനും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെയും സവാളയുടെ എല്ലാം വെള്ളം കുറച്ചുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ജീരകം പൊടിച്ചത് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ മല്ലിയില വറുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. ഞാനിവിടെ പൊടിച്ച് വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ജീരകപ്പൊടി ചേർത്തത്. ഇത്രയും ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു വെള്ളയിൽ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലപ്പൊടിയും തൈരും കൂടി ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കറിയിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല. കാരണം നമ്മുടെ ചിക്കനിൽ നിന്നും സവാളയിൽ നിന്നെല്ലാം കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ ഒരു കറി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയി തോന്നാന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി.
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഈ ഒരു കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി വരെ എടുക്കാം. അപ്പോൾ ഈ ഒരു തക്കാളി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒരു ലോ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ ചിക്കൻ വെള്ളമെല്ലാം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറിന്റെ മുകളിൽ ഇതുപോലെ എണ്ണ നന്നായി തെളിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഇതിനെ വേവിച്ചെടുക്കണം. ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തവ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.